അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണം ഇന്ധന വിതരണ സ്വിച്ച് ഓഫാക്കിയതാണ് എന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇന്ത്യയിലെ പൈലറ്റുമാരുടെ സംഘടന. റിപ്പോർട്ട് തള്ളണം എന്നാണ് പൈലറ്റുമാരുടെ സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൈലറ്റുമാരിൽ എല്ലാ കുറ്റങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം അംഗീകരിക്കില്ല എന്നാണ് എയർലൈൻ പൈലറ്റ് അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വിമാനം പറന്നുയർന്ന ഉടൻ ഇന്ധന വിതരണ സ്വിച്ച് ഓഫായിരുന്നു എന്നായിരുന്നു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ബോയിങ് ഡ്രീം ലൈനർ വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. യഥാർത്ഥ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ ക്യാപ്റ്റൻ സിമ്പിൾ വി തോമസ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ക്യാപ്റ്റൻ സിമ്പിൾ വി തോമസ്, പൈലറ്റ് അസോസിയേഷന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാന കാരണം എന്താണ്? നമസ്കാരം മനേഷ്. വളരെ സങ്കടകരം, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ വെളിയിലുള്ള ഒരു സംഭവമാണ് ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. 242 ആളുകളെയുമായി പറന്നുയർന്ന ഉടനെ തകർന്നു വീണ എയർക്രാഫ്റ്റ്. അതിന്റെ കൂട്ടത്തിൽ ഗ്രൗണ്ടിൽ ഒന്നും അറിയാത്ത ഇന്നസെൻസ് ആയിട്ടുള്ള കുറെ ജീവനുകളും നഷ്ടപ്പെടുന്നു. ഇതിന്റെ ഈ റിപ്പോർട്ട് തള്ളണം എന്ന് പറയാനുള്ള ഒരു മുഖ്യമായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ഒതന്റിസിറ്റി ഇല്ലാതാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് താങ്കൾക്ക് ഞാൻ എൻ്റെ ഒരു ലിങ്ക് അയച്ചിരുന്നു. ഈ ലിങ്ക് 2-3 ദിവസമായിട്ട്, 2 ദിവസം ഇന്നലെ മുതൽ അത് എല്ലായിടത്തും സർക്കുലേറ്റ് ആവുന്നുണ്ട്. കണ്ടമാനം മീഡിയസ് അതിനെ മുമ്പിലോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ കണ്ടാൽ മനസ്സിലാവും അതിന്റെ അടിയിൽ ഒരു സിഗ്നേച്ചർ ഇല്ല. ഏത് റിപ്പോർട്ടാണെങ്കിലും ഒരാൾ ഓതറൈസ് ചെയ്യണമല്ലോ, അങ്ങനെ ഒരു സിഗ്നേച്ചർ ഇല്ല. 2, ഇത് ഈ വേൾഡ് സ്ട്രീറ്റ് ജേർണൽ പോലെയുള്ള ഒരു മാധ്യമത്തിലേക്ക് ഇത് ലീക്ഡായി എത്തുന്നത് നമ്മൾ പോലും അറിയാതെ, അതായത് ഇന്ത്യയിലുള്ള മാധ്യമങ്ങൾ പോലും അറിയുന്നതിന് മുമ്പ് പുറത്തുള്ള ഒരു മാധ്യമം ഇത് അറിയുകയും അത് ഇത്ര പെട്ടെന്ന് ലീക്ക് ആവുകയും ചെയ്തതിൽ ഒരു ദുരൂഹതയില്ലേ? ഒരു കോമൺ സെൻസിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു ദുരൂഹതയുണ്ടല്ലോ. അത് തന്നെ ഒന്നാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിനകത്ത് ഈ എയർക്രാഫ്റ്റിന്റെ ഒരു എക്സ്പേർട്ട് പൈലറ്റോ ഒരു പൈലറ്റ് അതിനകത്ത് ഇല്ല എന്നുള്ളത് മൂന്നാമത്തെ ഒരു കാര്യമാണ്. ഇത് ആദ്യം മുതൽ തന്നെ പൈലറ്റ് അസോസിയേഷൻ ഉന്നയിക്കുന്ന ഒരു വിഷയം കൂടിയാണ്, ഇങ്ങനെ ഒരു എക്സ്പേർട്ട് അതിനകത്ത് ഉണ്ടാവണം എന്നുള്ളത്. അപ്പോഴേ നമുക്ക് ഇതിന്റെ ഒരു റിയൽ ടൈം കോക്പിറ്റ് ഡ്രില്ല്, അവര് അനുഭവിക്കുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ അവര് ചെയ്യുന്ന ഓരോ ഡ്രില്ല് കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈലറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉണ്ടാവണം. 3, ഈ എയർക്രാഫ്റ്റ് ഇതിനു മുമ്പൊന്ന് സർവീസ് ചെയ്തിരുന്നു. ഇതിന് ഇഷ്യൂസിന്, ഇങ്ങനത്തെ ഈ സ്വിച്ച് അതിന്റെ മെക്കാനിസവുമായിട്ടുള്ള ഇഷ്യൂസിന് സർവീസ് ചെയ്യണമെന്നുള്ള ഒരു SOP ഇൻക്ലൂഡ് ചെയ്യണമെന്ന് കുറെ കാലമായിട്ട് ഇതിന്റെ AMEs പറയുന്നതാണ്. അത് ഇതുവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുമില്ല. അപ്പം ഇത്തരം കുറെ ഉള്ള ലിങ്കുകൾ നഷ്ടപ്പെട്ട രീതിയിലാണ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് ആരെയോ സഹായിക്കാനോ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ കണ്ണിൽ നമ്മൾ പറയില്ല കണ്ണ് മറയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ ആരെ സഹായിക്കാനാണ് എന്നാണ് കരുതേണ്ടത്. അല്ല, ആരെ സഹായിക്കാൻ എന്ന് കരുതുന്ന ആരെയോ സഹായിക്കാൻ, ഇതിന്റെ പുറകിലുള്ള ഒരു എററിനെ മറച്ചു വെക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നമുക്ക് തോന്നുന്നത് സ്വാഭാവികമാണ്. ഈ എയർക്രാഫ്റ്റിന്റെ ഇതിന്റെ ഈ സ്വിച്ചുകളെ പറ്റി അറിയാവുന്ന ഏതൊരു കോമൺ മനുഷ്യനും തോന്നുന്ന ഒരു തോന്നലാണത്. അത് ആരെ മറയ്ക്കുന്നു? അതായത് പൈലറ്റിന്റെ തലയിൽ കുറ്റം ചാർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ വിമാന കമ്പനിക്ക് അതിന്റെ എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയും. ബോയിങ് ഡ്രീം ലൈനർ അടക്കം ആവട്ടെ, ഏത് കമ്പനി ആവട്ടെ, അങ്ങനെ ഒരു സാധ്യത അതിനകത്തുണ്ടോ? എക്സാക്ട്ലി, അതാണ് ഈ പറഞ്ഞു വരുന്നത്. അതായത് ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു എറർ അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നടന്നു കഴിഞ്ഞാൽ ആ എററിനെ മൂടി വെക്കാൻ മറ്റൊരാളുടെ മേളിലേക്ക് ആ എറർ വെക്കുകയും ഒരു സംശയ സാധ്യതകൾ നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആക്ച്വലി എറർ സംഭവിക്കപ്പെട്ട അല്ല സംഭവിക്കാൻ കൂട്ടുനിന്ന ആൾക്കാരെല്ലാം തന്നെ മറയപ്പെടും. ഇതിലെ ഈ ഫ്യുവൽ സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ പ്രധാനമായിട്ടും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ സാധാരണ ജനത്തിനടക്കം മനസ്സിലാകുമെന്ന് തോന്നുന്ന രീതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്ധന വിതരണ സ്വിച്ച് എന്നൊക്കെ അതിനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ തന്നെയും ഈ ഫ്യുവൽ സ്വിച്ച്
ഓൺ ഓഫ് ആക്കുക എന്ന് പറയുന്ന പ്രക്രിയ മാനുവലായിട്ട് ചെയ്യേണ്ട ഒന്നാണ്. അതായത് കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യേണ്ട ഒന്നാണ്. അത് സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടോ ഓഫായി പോകുന്നൊരു പ്രക്രിയ ഉണ്ടാവില്ല. അതിനാൽ അതിൽ കൈകളുടെ ഇടപെടൽ വേണ്ടതാണ്. അത് അപ്പോൾ ആരോ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് അങ്ങനെ പറയുന്നു, മറുഭാഗത്ത് ഈ വിഷയത്തെ പൈലറ്റുമാർക്കിടയിലുള്ള ഡിപ്രഷനും ആത്മഹത്യാ പ്രവണതയും ഒക്കെ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ദുരൂഹമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളും ഒക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ശരിയാണ്. അതൊരു വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. അത് കൃത്യമായി ആൻസർ ചെയ്യപ്പെടേണ്ടതുമാണ്. ഇത് രണ്ട് ഭാഗമാണ്. ഒരു പൈലറ്റ് അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് സാധാരണ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാത്തിലും ആ മെന്റൽ സ്ട്രെസ് ഉണ്ടാവാം. ഡ്രൈവിംഗിൽ മെന്റൽ സ്ട്രെസ് ഉണ്ട്, അതുപോലെ എല്ലാ ജോലികൾക്കും അതിൻ്റെതായ മെന്റൽ സ്ട്രെസ് ഉണ്ട്. പക്ഷെ പൈലറ്റിന്റെ മെന്റൽ സ്ട്രെസ് ഒരുപക്ഷെ അതിന് 10 മടങ്ങ് കൂടുതലായിരിക്കും മെന്റൽ സ്ട്രെസ്. കാരണം ഇത്രയും ജീവനുകൾ അയാളുടെ 5 വിരലിലും 2 കാലിലും നിലനിർത്തി ഇത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനത്തിന് 10,000-60,000 കിലോഗ്രാമിന് മേളിൽ വെയിറ്റ് ഉള്ള ഒരു സാധനത്തിന് നമ്മൾ അതിവേഗതയിൽ 10-600 കിലോമീറ്റർ വേഗതയിൽ ട്രാവൽ ചെയ്ത് കൊണ്ടുപോകുന്നത് അതിനെ കൃത്യമായി ഒരു റെഫറൻസും ഇല്ലാത്തടത്തൂടെ GPS-ന്റെ ഒക്കെ ഇതിൽ സേഫായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു ഭയങ്കര സമ്മർദ്ദമാണ്. അപ്പം പൊതുവെ ചില ഘട്ടങ്ങളിൽ ഒരു പറഞ്ഞു കേൾക്കുന്നത് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ ഇതിന്റെ ഇടയിൽ കമ്പനികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസിന് വലുതാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ, സൈക്കോളജിക്കൽ സർവേസ്, അതിനെ കൗൺസിലിംഗ് എല്ലാം കമ്പനികൾ ചെയ്യും. അതിൻ്റെതായ പീരീഡുകളുണ്ട്, അതിനെ ചെക്ക് ചെയ്യാനുള്ള മെത്തേഡുകളും ഒക്കെ ഉണ്ട്. അപ്പം സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആരോപിക്കപ്പെടുന്നതാണ്. അത് ഈ ചില ആക്സിഡന്റ്സുകൾ അങ്ങനെ പലയിടത്തും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈവൻ MH നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ മലേഷ്യൻ എയർക്രാഫ്റ്റ് MH370 കാണാതെ പോയി കഴിഞ്ഞപ്പം അതിന്റെയും പുറകെ ഇതുപോലെ ഒരു മാനസിക സമ്മർദ്ദവും പൈലറ്റിന്റെ വീട്ടിലെ ഇഷ്യൂസും എല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരു ഭാഗത്ത്. അത് ഈ ഘട്ടത്തിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ്. പൈലറ്റിന്റെ മാനസികാവസ്ഥയൊക്കെ അന്വേഷിക്കപ്പെടണം. കാരണം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. 2, ടെക്നിക്കൽ സൈഡിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അൺനോൺ ആണ്. നമ്മുടെ ഒരു മേഖലയല്ല. അത് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ വളരെ സങ്കീർണമായ ഒരു സ്റ്റേജാണ്. ഇതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ ഈ ടെക്നിക്കൽ സൈഡ് ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെ സ്വിച്ച് എന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും കൈ തട്ടിപ്പോവാതിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സ്വിച്ച് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത് തന്നെ. ഇതിന്റെ 2 സൈഡിൽ നിന്നും ഈ സ്വിച്ചിലേക്ക് കൈ തട്ടാതിരിക്കാൻ വേണ്ടിയുള്ള 2 ഗാർഡുകളും ഉണ്ട്. 3, ഇതിന്റെ തൊട്ട് മുകളിലാണ് ത്രോട്ടിൽ വരുന്നത്, ത്രോട്ടിൽ ലിവർ വരുന്നത്. ത്രോട്ടിൽ ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിന്റെ സ്പീഡ്, നമ്മൾ ആക്സിലേറ്റർ എന്ന് പറയുന്ന പോലത്തെ സാധനം വരുന്നത് ഇതിന്റെ തൊട്ട് മുകളിലാണ്. അപ്പൊ ഈ ത്രോട്ടിൽ ലിവറിനെ മേളിലേക്കാണ് ഫുൾ ആയിട്ട് പുഷ് ചെയ്യുക എന്ന് പറയാം. അപ്പോഴാണ് എഞ്ചിന്റെ ഫുൾ ഫ്ലഡ്ജ് സ്പീഡ് കിട്ടുന്നത്, എഞ്ചിൻ കറങ്ങാൻ വേണ്ടി ആക്സിലറേഷൻ കിട്ടുന്നത്, ത്രസ്റ്റ് ഉണ്ടാവുന്നത്. ഈ പുഷ് ചെയ്ത് പിടിക്കുന്നത് ഒരു പൈലറ്റും ഈ എയർക്രാഫ്റ്റിനെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റിക്ക് കൺട്രോൾ മറ്റൊരു പൈലറ്റിന്റെയും കയ്യിലായിരിക്കും. പൈലറ്റ് ഫ്ലൈയിങ്ങും പൈലറ്റ് ഇൻ കമാൻഡും രണ്ടായിട്ടാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ പൈലറ്റ് ഇൻ ഫ്ലൈയിങ് അയാളുടെ സ്റ്റിക്കിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് റൺവേയിൽ എയർക്രാഫ്റ്റ് ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വിച്ചുകളും പ്രസ് ചെയ്യേണ്ടതായിട്ടോ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടോ ഇല്ല. ടേക്ക് ഓഫ് ചെയ്ത് എയർബോൺ ആയി കഴിഞ്ഞിട്ടാണ് ഗിയർ ലിവർ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് നമ്മൾ സ്വിച്ചിൽ തൊടുന്നത്, പിന്നെ ഫ്ലാപ്പ് മാറ്റുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, അതിന്റെ രണ്ടാമത്തെ ഒരു ചടങ്ങ് എന്താന്ന് വെച്ചാൽ ഈ ഓരോ സ്വിച്ചും ഈ എഞ്ചിൻ 1-നും എഞ്ചിൻ 2-നും ഉള്ള ഫ്യൂവൽ സപ്ലൈ സ്വിച്ച് എന്ന് യൂസ് ചെയ്യുന്ന സാധനം അതൊരു സ്പ്രിംഗ് ലോഡഡ് സ്വിച്ച് ആണ്. അതിനെ നമ്മൾ മുകളിലേക്ക് ഒന്ന് പൊന്തിച്ചതിന് ശേഷം വേണം ഫസ്റ്റ് നോച്ചിൽ ഇടാൻ. റൺ പൊസിഷനിലേക്ക് ഇടാനാണെങ്കിലും റൺ പൊസിഷനിൽ നിന്ന് അതിനെ കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റാനും ഈ സ്പ്രിംഗ് ലോഡഡ് ആണ്, സ്പ്രിംഗ് ആണ് ഇതിന്റെ അടിയിലുള്ളത്. അത് ഒരു നോച്ചിൽ നിന്ന് ഒരു നോച്ചിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആയിട്ട് ഒരു ഹ്യൂമൻ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ഉണ്ടായാൽ മാത്രമേ ഇത് ഈ ഫസ്റ്റ് നോച്ചിൽ നിന്ന് സെക്കൻഡ് നോച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം താങ്കൾ ആ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവും ഈ സ്വിച്ച് രണ്ടും ഓൺ പൊസിഷനിലാണ് ഇവർക്ക് ഈ ആക്സിഡന്റിന് ശേഷം സൈറ്റിൽ നിന്ന് ഈ സ്വിച്ചിനെ കിട്ടുന്നത്, ഈ സ്വിച്ച് ബ്ലോക്കിനെ കിട്ടുന്നത്. സ്വിച്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ലോഡ് ചെയ്തിരിക്കുന്ന ആ മൗണ്ടഡ് സിസ്റ്റത്തെ കിട്ടുന്നത്. അപ്പം അതിനകത്ത് ഇത് രണ്ടും ഓൺ പൊസിഷനിലാണ്. പക്ഷേ ഈ ഫ്ലൈറ്റ് റെക്കോർഡറിനകത്ത് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്, ഇത് ആരാണ് ഇത് ചെയ്തതെന്ന്, ഹൂ ഡിഡ് ദിസ്? അപ്പൊ മറ്റേ ആൾ പറയുന്നു എനിക്കറിയില്ല, അറിയില്ല എന്ന് മറ്റേ ആളും പറയുന്നു. അപ്പൊ ആരോടാണ് ചോദിച്ചതെന്നുള്ളതൊക്കെ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ സ്വിച്ച് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റെക്കോർഡറിനകത്ത് അവർ റിപ്പോർട്ടിനകത്ത് കണ്ടെത്തിയിരിക്കുന്നത് ഫസ്റ്റ് എഞ്ചിൻ സ്വിച്ച് ഓഫ് ആയി, 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് എഞ്ചിൻ സ്വിച്ച് ഓഫ് ആവുന്നു.
അപ്പോഴാണ് ഈ ചോദ്യം വരുന്നത്. അപ്പം നാച്ചുറലി എഞ്ചിൻ ഡ്രോപ്പ് ചെയ്യുമല്ലോ, സൗണ്ട് നമുക്ക് പൈലറ്റ്സിന് പെട്ടെന്ന് മനസ്സിലാവും, എഞ്ചിൻ ഡ്രോപ്പ് ആയി എന്നുള്ള സൗണ്ട് മനസ്സിലായി. അയാൾ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അതിന്റെ ഫസ്റ്റ് സ്വിച്ചും സെക്കൻഡ് സ്വിച്ചും ഓഫ് ആണ്. അപ്പം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി എഞ്ചിൻ 1ഉം എഞ്ചിൻ 2ഉം വിതിൻ സെക്കൻഡ്സ് അവർ ഓൺ ചെയ്യുകയും ചെയ്തു. പക്ഷേ എഞ്ചിൻ 1 റിക്കവർ ചെയ്തു, എഞ്ചിൻ 2 റിക്കവർ ചെയ്തില്ല. എഞ്ചിൻ 1 സ്ലോലി റിക്കവർ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എഞ്ചിൻ 2 റിക്കവർ ചെയ്തില്ല, അതിനുള്ള സമയം കിട്ടില്ല. അതിനു മുമ്പ് എയർക്രാഫ്റ്റ് സ്റ്റോൾ ചെയ്തു, നേരെ ഫസ്റ്റ് മരത്തിലിടിക്കുന്നു, പിന്നെ ഒരു ഫർണസിലിടിക്കുന്നു, പിന്നെ അടുത്ത ബിൽഡിങ്ങുകളിലേക്ക് വീഴുന്നു. അത് 6 ബിൽഡിങ്ങുകൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. 6 ബിൽഡിങ്ങിന്റെ മേളിലേക്കാണ് ഈ എയർക്രാഫ്റ്റ് വന്ന് വീഴുന്നത്. അപ്പം ഈ സ്വിച്ചിന് നമ്മൾ പറയുന്നത് ഒന്നുകിൽ നമ്മുടെ ഒരു കോൺസെപ്റ്റ്, നമ്മുടെ ഒരു മിനിമം എക്സ്പീരിയൻസ് കോൺസെപ്റ്റ് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ സ്വിച്ച് മനഃപൂർവ്വമായി ഓഫ് ചെയ്യണം. അതിന് പൈലറ്റിന് അതുപോലെ ഒരു ആത്മഹത്യ ടെൻഡൻസിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റൽ ഫീച്ചറിൽ വരണം. കാരണം അയാൾ മരിക്കുന്ന ഒപ്പം തന്നെ ഈ 243 പേരെയും കൊല്ലണം, 41 പേരെയും കൊല്ലണം എന്ന ഒരു ചിന്താഗതി അയാളുടെ മനസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ അതുപോലെ മാനസിക സമ്മർദ്ദം അയാൾ അനുഭവിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഈ ടോട്ടൽ സ്വിച്ച് ബ്ലോക്ക് ഒരു ഫെയിലിയർ ആയി, അത് ഓട്ടോമാറ്റിക്കലി ഫെയിലിയർ ആയി. അത് റൺവേ വിടുമ്പോൾ തന്നെ ആ സ്വിച്ച് ബ്ലോക്ക് ഫെയിലിയർ ആയി. റൺവേയിൽ നിന്ന് എയർബോൺ ആകുന്ന എയർക്രാഫ്റ്റ് ജമ്പ് ചെയ്ത് എയറിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ആ സ്വിച്ച് ഫെയിലിയർ ആയി. അതുകൊണ്ടാണ് റാറ്റ് സിസ്റ്റം പുറത്തേക്ക് വന്നത് ഓട്ടോമാറ്റിക്കലി. എഞ്ചിൻ ഫെയിലിയർ ആയി, ആവശ്യത്തിന് കറണ്ട് കിട്ടുന്നില്ല എന്ന് വന്നപ്പോഴാണ് റാറ്റ് സിസ്റ്റം പുറത്തേക്ക് വരുന്നത്. നമ്മൾ അത് എല്ലാ വീഡിയോയിലും ആ റാറ്റ് സിസ്റ്റം കാണിക്കുന്നുണ്ട്. പലരും അതിനെപ്പറ്റി ഭയങ്കരമായ ചർച്ചകൾ ഇന്റർനാഷണൽ വേദികളിൽ നടക്കുന്നു. അപ്പോ നമ്മൾ പറയുന്നത് അതിന്റെ ഒരു മെക്കാനിക്കൽ ഫെയിലിയർ, ആ സ്വിച്ചിന് എന്തോ ഒരു മെക്കാനിക്കൽ ഫെയിലിയർ ഉണ്ടായി എന്നുള്ളതാണ്. ഒരിക്കലും ഒരു പൈലറ്റ് ഡെലിബറേറ്റ്ലി അങ്ങനെ എഞ്ചിൻ സ്വിച്ച് യൂസ് ചെയ്യില്ല, അതും ഇത്രയും എക്സ്പീരിയൻസ് പൈലറ്റ്സ്. അതിന്റെ ആവശ്യമില്ല. അതായത് 95% റൺവേയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ ടെക്നിക്കൽ സിസ്റ്റം, ഫ്യുവൽ സ്വിച്ചിൻ്റെ ടെക്നിക്കൽ സിസ്റ്റം ഫെയിലിയർ ആവുന്ന ഒന്ന്. ബാക്കിയുള്ള 5 അല്ലെങ്കിൽ 2% ഈ പറഞ്ഞ പോലെ ഒരു ആത്മഹത്യാ ടെൻഡൻസിയോ മറ്റു കാര്യങ്ങളെ പാടുള്ളൂ. അങ്ങനെ ഇരിക്കെ അത് മറച്ചു വെച്ചുകൊണ്ട് പൈലറ്റുമാരുടെ തലയിൽ കുറ്റം ചാർത്തുന്ന രീതിയിലായി പോയി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്നാണോ പ്രധാനപ്പെട്ട ആരോപണം? അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അത് തന്നെയല്ല, അതിനോട് ഇൻകണക്റ്റഡ് ഈ റിപ്പോർട്ട് എങ്ങനെ ലീക്കായി എന്നും കൂടെ ഗവൺമെന്റ് ചിന്തിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഈ സിസ്റ്റം ചിന്തിക്കേണ്ടതാണ്. കാരണം ഇത് ഒരാൾ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട്, ഇങ്ങനെ പ്രിലിമിനറി റിപ്പോർട്ട് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്നതിന് ഏതാനും സമയം മുമ്പ് തന്നെ ഇത് ഫുള്ളി സർക്കുലേറ്റഡ് ആയി. വേൾഡ് സ്ട്രീറ്റ് ജേർണലിൽ അത് ഫുള്ളി സർക്കുലേറ്റഡ് ആയി. അത് വെച്ച് ഒരാൾ ഓൾറെഡി ഒരു ക്യാപ്റ്റൻ സ്റ്റീവ് എന്ന് പറഞ്ഞ ഒരാൾ അത് വെച്ച് വീഡിയോ തന്നെ ചെയ്തതിന് ശേഷമാണ് നമ്മളെല്ലാവരും പുറത്തെല്ലാവരും അറിയുന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ളത്. ഇതിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ താഴെ ഔദ്യോഗികമായിട്ടുള്ള സിഗ്നേച്ചർ ഇല്ലാത്തത് അടക്കമുള്ള കാര്യങ്ങളുടെ ദുരൂഹത, ഇതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് പൈലറ്റ് അസോസിയേഷൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അവർക്ക് പറയാൻ കഴിയാവുന്ന, ന്യായീകരിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണല്ലോ. ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആധികാരികമായിട്ട് സമ്പൂർണ്ണമായ അവസാന വാക്കല്ല. അതുകൊണ്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ കയറി പിടിച്ചുകൊണ്ട് അതിൻ്റെ മേൽ പൈലറ്റുമാരുടെ അസോസിയേഷൻ സമ്മർദ്ദം ചെലുത്തുന്നത് ഉചിതമല്ല എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനം വരാൻ സാധ്യതയില്ലേ? അല്ല, പൈലറ്റ് അസോസിയേഷൻ എന്താണ്? പൈലറ്റ് അസോസിയേഷൻ ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മെമ്പേഴ്സ് അല്ല. നമ്മൾ പൈലറ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ മറ്റ് പൈലറ്റ്സ് അസോസിയേഷൻ ഇല്ലാത്ത പൈലറ്റ്സ് ആണെങ്കിലും, പൈലറ്റ്സ് അസോസിയേഷൻ ഉള്ളവരാണെങ്കിലും, എഞ്ചിനീയറിംഗ് പൈലറ്റ്സ് ആണെങ്കിലും, ടെസ്റ്റ് പൈലറ്റ്സ് ആണെങ്കിലും, ഇവരെല്ലാവരും നോക്കുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി ഒരു പൈലറ്റിന്റെ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളെല്ലാം നോക്കുന്നത്. കാരണം ഈ എറർ എനിക്കും പറ്റും, എല്ലാവർക്കും പറ്റും എന്നാണ് ആദ്യം പൈലറ്റ് ചിന്തിക്കുന്നത്, അല്ലെ? ഇങ്ങനെ ഒരു എറർ ഇനി എനിക്ക് സംഭവിക്കാതിരിക്കണം എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ആണ്. എല്ലാ പൈലറ്റ്സിന്റെയും ഓരോ ആക്സിഡന്റ് കഴിയുമ്പോഴും ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ വായിക്കുകയും അതിനെ പഠിക്കുകയും അതിനെ കുറച്ചുകൂടി എക്സ്പെർട്ടൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ എല്ലാ പൈലറ്റ്സുകളും തയ്യാറാവും. കാരണം അങ്ങനെയാണ് ഓരോ സ്കില്ലുകളും ഡെവലപ്പായി വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന എയർക്രാഫ്റ്റിന്റെ കംപ്ലീറ്റ് ഡെവലപ്മെന്റും അങ്ങനെയാണ്. ഒരു എററിൽ നിന്ന് പഠിച്ച് അതിനെ റാറ്റിഫൈ ചെയ്ത് പുതിയൊരു ഡിസൈനിലേക്ക് മാറിയാണ് നമ്മൾ ഇത്രയും സേഫ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളുടെ അല്ലെങ്കിൽ ഫ്ലൈയിങ് ഓപ്പറേഷണൽ സിസ്റ്റവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം എറർ എപ്പോഴും ഒരു അനുഗ്രഹമാണ്. ആ എററിനെ പറ്റി പഠിക്കുന്നത് ഒരു രീതിയാണ്.
അതൊരു വശത്ത് നടക്കുന്നു. പൈലറ്റ് അസോസിയേഷൻ പറയുന്നത് അല്ലെങ്കിൽ പൈലറ്റ്സിന്റെ ഒരു ഇന്റേണൽ ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എവിടെയോ കൊണ്ട് ഇതിന്റെ അന്വേഷണത്തെ മറ്റൊരു തലത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ, മനഃപൂർവ്വമായി ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി, ജനങ്ങളുടെ മുമ്പിൽ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെ അവിടെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഗുഡ് ബുക്സിൽ എത്താൻ വേണ്ടി ആരോ ശ്രമിച്ചിരിക്കുന്നു എന്നൊരു തോന്നൽ നമുക്ക് തോന്നുന്നുണ്ട് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ. അപ്പം പൈലറ്റ് ഇനിയും അങ്ങനെ ഒരു ഇന്റർനെറ്റ് റിപ്പോർട്ട് അത്ര പ്രഷറിൽ ഇവർ റിലീസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഈ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ട് ചെയ്താൽ പോരായിരുന്നു? അപ്പം നമ്മൾ പൈലറ്റ്സിന്റെ അസോസിയേഷന്റെ ലെറ്ററിനകത്ത് കാണാം, അതിനകത്ത് ഒരു എക്സ്പേർട്ട് പൈലറ്റിനെ, ഒരു സെറ്റ് ഓഫ് പൈലറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം അവർ അംഗീകരിക്കുക, നമ്പർ 1. നമ്പർ 2, അങ്ങനെ ഒരു എക്സ്പേർട്ട് കൂടെ ആ സിസ്റ്റത്തിനകത്ത് ഉണ്ടാവണം, എന്നാലേ ഇതിനെ നമുക്ക് കൃത്യമായ ഡയറക്ഷനിൽ ഇതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, റെഫറൻസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അതൊന്ന്. 2, ഇത് എക്സ്ട്രീം സീക്രസി ഇതിന് കീപ്പ് ചെയ്യണം. ഈ കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷന്റെ എക്സ്ട്രീം സീക്രസി കീപ്പ് ചെയ്യണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ടുകൾ ലീക്ക് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കണം, ആരാണ് ഇത് ലീക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കണം. ഇത്തരം കാര്യങ്ങളും കൂടെ ഗവൺമെന്റ് നോക്കണം. അതാണ് അവിടം വരെ നമുക്ക് പൈലറ്റ് അസോസിയേഷന് ചെയ്യാനുള്ളൂ. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, പ്രൊട്ടസ്റ്റ് ചെയ്യാം, നമ്മുടെ എതിരഭിപ്രായങ്ങളെ സിസ്റ്റത്തിനെ അറിയിക്കാം. ഇത്രയുമാണ് നമുക്ക് ചെയ്യാൻ ഇന്നത്തെ സ്ഥിതിയിൽ പറ്റുള്ളൂ. അവസാനമായി ഒരു ചോദ്യം കൂടി. ഈ ഫ്യുവൽ സ്വിച്ചുകളുടെ കാര്യത്തിൽ അത് വിമാനം അതിൻ്റെ പറക്കൽ പ്രക്രിയ ആരംഭിക്കുന്ന വേളയ്ക്ക് തൊട്ട് മുമ്പേ തന്നെ എല്ലാ സ്വിച്ചുകളുടെയും മുകളിൽ പൈലറ്റിൻ്റെ കണ്ണു പോവുക എന്ന ഒന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഫ്യുവൽ സ്വിച്ചുകളുടെ കാര്യത്തിൽ അത് ഓണായിട്ടിരിക്കുകയാണോ അല്ലയോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അതേ സമയത്ത് ഇപ്പോൾ ക്യാപ്റ്റൻ സിമ്പിൾ വി തോമസ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അത് റൺവേയിൽ നിന്ന് തന്നെ അത് ഫെയിലിയർ ആവുക എന്ന് പറയുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ നിലവിൽ ഓണായിട്ടിരിക്കുന്ന, അതായത് യാത്ര പുറപ്പെടും മുമ്പ് എല്ലാ സ്വിച്ചുകളുടെയും സ്റ്റാറ്റസ് തൽസ്ഥിതി പരിശോധിച്ച ശേഷം അത് ഓണായിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം റൺവേയിൽ നിന്ന് ആ കുതിപ്പ് തുടരുന്ന വേളയിൽ ഇത് ടെക്നിക്കൽ ഫെയിലിയർ സംഭവിക്കുമ്പോൾ അത് ഓഫാവുന്ന പ്രക്രിയയിലേക്ക് മാറുമോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാങ്കേതിക ചോദ്യം. ബനേഷ്, സമയമുണ്ടോ? കുറച്ച് ലെങ്തിയാണ് ആ ചോദ്യത്തിന്റെ ആൻസർ, അതുകൊണ്ടാണ് ചോദിച്ചത്. അതോ അത്ര ഷോർട്ടായിട്ട് വന്നാൽ മതിയോ എന്ന് പറയാനാണ്. അതായത് ഈ ഒരു എയർക്രാഫ്റ്റ് ബനേഷ്, ഒരു എയർക്രാഫ്റ്റ് പൈലറ്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയം മുതൽ ഓരോ ലെഗുകളായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് എയർക്രാഫ്റ്റ് ഹാൻഡ് ഓവർ ആയി, എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ATC യോട് നമ്മൾ അനുവാദം ചോദിക്കുന്നു, ATC അനുവാദം കൊടുക്കുന്നു, എഞ്ചിൻ സ്റ്റാർട്ട് ആകുന്നു, പുഷ് ബാക്ക് ചോദിക്കുന്നു, ആദ്യം പുഷ് ബാക്ക് കഴിഞ്ഞ് എഞ്ചിൻ, ഇതിനെല്ലാം ഓരോന്നിനും പെർമിഷൻ ചോദിക്കുകയും പെർമിഷൻ ഗ്രാന്റ് ചെയ്യുകയും ചെയ്ത് തന്നെ എയർക്രാഫ്റ്റ് ടാക്സി ചെയ്ത് റൺവേയിൽ എത്തുന്നത്. അപ്പോൾ ഓരോ ലെഗുകൾക്കും അതിൻ്റെതായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് എയർക്രാഫ്റ്റിനകത്ത് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഓരോ സ്റ്റേജിലും ഓരോ സ്റ്റേജിലും ഈ ചെക്ക് ലിസ്റ്റ് എടുത്തു വെച്ച് ഒരു പൈലറ്റ് വായിച്ചു കൊടുക്കുകയും മറ്റൊരു പൈലറ്റ് അത് ഓക്കെ ആണോ എന്നൊന്ന് നോക്കും. അതായത് ഇപ്പോ ടാക്സി ചെയ്യുന്നതിന് മുമ്പ് ബിഫോർ ടാക്സി ചെക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബിഫോർ ടാക്സി ചെക്ക്, അതുപോലെ ബിഫോർ പുഷ് ബാക്ക് ചെക്ക്, ആഫ്റ്റർ പുഷ് ബാക്ക് ചെക്ക്, ബിഫോർ എഞ്ചിൻ സ്റ്റാർട്ടപ്പ് ചെക്ക്, ആഫ്റ്റർ എഞ്ചിൻ സ്റ്റാർട്ടപ്പ് ചെക്ക്, അങ്ങനെ ഓരോന്നിനും നമ്മൾ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഇത് റൺവേയിൽ എത്തിക്കഴിയുമ്പോൾ റൺവേ ക്ലിയർ ആണ് എന്ന് ATC പെർമിഷൻ കൊടുത്തു, റെഡി ഫോർ ടേക്ക് ഓഫ് നമ്മൾ കൊടുക്കുന്നു, ഈ ടേക്ക് ഓഫിനെ പെർമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ATC. ആ സമയത്ത് ബിഫോർ ടേക്ക് ഓഫ് ചെക്ക് എന്ന് പറഞ്ഞൊരു ചെക്ക് ഉണ്ട്. ആ ചെക്കിൽ ഈ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സ്വിച്ച് ഓൺ ആവണമല്ലോ, നല്ല എഞ്ചിൻ സ്റ്റാർട്ട് ആവുള്ളൂ, ഫ്യൂവൽ വരുള്ളൂ. അപ്പം ടാക്സി ചെയ്ത് വരുന്ന സമയത്തെല്ലാം ഈ എഞ്ചിൻ ഈ ഫ്യൂവൽ സ്വിച്ച് ഓൺ ആണ്. ബിഫോർ ടേക്ക് ഓഫ് ഈ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു 3-4 ചെക്കുകൾ പെട്ടെന്ന് ചെയ്യും. ആ കൂട്ടത്തിൽ ഇതിനകത്തും എല്ലാം കണ്ടുപോകുന്നതാണ് ഈ സാധനം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു സ്പീഡ് അച്ചീവ് ചെയ്യുക എന്നൊരു നിർബന്ധമുണ്ട്. ഇത്ര സ്പീഡ് അച്ചീവ് ചെയ്താൽ മാത്രമേ എയർക്രാഫ്റ്റിന് എയർബോൺ ആവാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ എയർക്രാഫ്റ്റ് ഫുള്ളി ലോഡൺ ആണെങ്കിലും ലോഡ് ലിമിറ്റിൽ തന്നെയാണ്, ടോട്ടൽ വെയിറ്റ് ലോഡ് ലിമിറ്റിൽ തന്നെയാണ് ഈ എയർക്രാഫ്റ്റിന്റെ ഇരിക്കുന്നത്. സർവീസ് ചെയ്തിരിക്കുന്നതാണ്, പുതിയ എഞ്ചിൻസ് ആണ്, എഞ്ചിൻ സർവീസിലാണ്, എല്ലാം ഒരു ഇഷ്യൂസും ഇല്ല. അന്നത്തെ വെതർ, അഹമ്മദാബാദിലെ വെതർ എന്താണെന്ന് വെച്ചാൽ പ്യുവർ ഡ്രൈ വെതർ ആണ്. അപ്പോൾ എയർ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. ഡ്രൈ വെതർ ആയതുകൊണ്ട് എയർ ഡെൻസിറ്റി, അപ്പൊ കുറച്ച് ദൂരം കൂടുതൽ ഇത് ഓടേണ്ടി ഉണ്ടാവും.
അപ്പോഴും ഈ എയർക്രാഫ്റ്റിന്റെ ഈ സ്പീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി 150 to 156 to 160 സ്പീഡ് നോട്ടിക്കൽ മൈൽ സ്പീഡാണ് വേണ്ടത്. അതായത് 320 കിലോമീറ്റർ സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ ഈ എയർക്രാഫ്റ്റ് തന്നെ ടേക്ക് ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തും, ആ സ്പീഡ് കപ്പാസിറ്റിയിലേക്ക് എത്തും. അതൊരു 2000 മീറ്ററിനുള്ളിൽ കിട്ടണം. പ്രത്യേകിച്ച് 787 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കുറച്ചുകൂടി ദൂരം കൂടുതൽ ഓടിയാലേ അത് ടേക്ക് ഓഫ് ഇതിലെത്തുള്ളൂ. ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഇത് 180 നോട്ട്സിലേക്ക് ഇത് ഈ പറയുന്ന ഡിസേർഡ് ടൈമിനുള്ളിൽ എത്തപ്പെടുകയും ചെയ്തു. ഇതിന്റെ സ്പീഡും എല്ലാം എത്തപ്പെടും. വളരെ ക്ലീൻ ആയിട്ടുള്ള ടേക്ക് ഓഫ് ആണ് അത് ചെയ്തത്. ആ ജസ്റ്റ് ലീവിങ് ദ റൺവേ ടേക്ക് ഓഫ് അത് നമുക്ക് കാണുമ്പോഴേ അറിയാം, നല്ല ക്ലീൻ ടേക്ക് ഓഫ് ആണ്. അത് ഹൈറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ക്ലൈംബ് ആണ്. പക്ഷെ ആ ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സ്വിച്ച് ഓഫ് ആയി എന്ന് പൈലറ്റ്സിന് മനസ്സിലാവുന്നുണ്ട്. 2 പൈലറ്റ്സിനും അത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ലാൻഡിംഗ് ഗിയറിലേക്ക് അവർ ശ്രദ്ധ പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മനസ്സിലായി ഫ്യൂവൽ ഇല്ല എന്നുള്ളത്. അപ്പം ഫ്യൂവൽ ഓൺ ചെയ്യുന്നതിലേക്ക് അവരുടെ ചിന്തകളും അവരുടെ ആക്ഷൻസും ഡ്രിൽസും അതിലേക്ക് പോയി. കാരണം വളരെ ഹൈറ്റ് വളരെ കുറവാണ്. ഇത്രയും കിലോഗ്രാം 50,000 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു എയർക്രാഫ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ നമ്മുടെ ഗ്രാവിറ്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഇതിന്റെ വെർട്ടിക്കൽ ഡ്രോപ്പ് സ്പീഡ് എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നേ ഉള്ളൂ. പിന്നെ ആ വിങ്ങിന്റെ ഒരു ഫ്രിക്ഷണൽ ഹോൾഡിംഗ് ഉള്ളതുകൊണ്ട് മാത്രം കുറച്ചുകൂടെ സ്ലോ ആയിരിക്കും ആ എയർക്രാഫ്റ്റിന്റെ പതനം. അല്ലെങ്കിൽ കല്ല് വിട്ട പോലെ താഴേക്ക് ഇത് പോരുകയേ ഉള്ളൂ. അത് ഫ്രീ എയറിൽ വീണ് പോകുന്ന പോലെ അത് വീണ് പോവുകയുള്ളൂ. ഇറ്റ് വിൽ ജസ്റ്റ് സിറ്റ് ഡൗൺ എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അപ്പോ ഈ സമയത്ത് തന്നെ അവർ അതിനകത്തേക്ക് എൻഗേജ് ആവുന്നു, മെയ്ഡേ കോൾ ചെയ്യുന്നു. അവർക്ക് മനസ്സിലായി അത് തിരിച്ചു വരുന്നില്ല. ഒരു എഞ്ചിൻ തിരിച്ചവർ ഓൺ ചെയ്യാൻ ശ്രമിച്ചു. ആ എഞ്ചിൻ റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിലും ഫർദർ അതിന് എബിലിറ്റി ഇല്ല. ഈ എയർക്രാഫ്റ്റിനെ ടോട്ടലി ഹോൾഡ് ചെയ്യാനുള്ള നിർത്താനുള്ള ഒരു എബിലിറ്റി ആ എഞ്ചിൻ ഇല്ലാതെ വരികയും സെക്കൻഡ് എഞ്ചിൻ റിക്കവർ ചെയ്യാൻ ലേറ്റ് ആവുകയും ചെയ്തപ്പോഴാണ് എയർക്രാഫ്റ്റ് വീഴുന്നത്. അപ്പോ ഇത്രയും ചെക്കപ്സ് ഉള്ളതുകൊണ്ട് ചെക്കപ്സിനൊന്നും ഒരു കുറവും വരില്ല. ബിക്കോസ് അത് പ്രോംപ്റ്റഡ് ആണ് ഈ ചെക്കപ്സ്. അത് ഐപാഡിലും അതുപോലെ തന്നെ ലാമിനേറ്റഡ് ചെക്കപ്പ് ഷീറ്റുകളിലും ഒക്കെ അത് സാധനം എയർക്രാഫ്റ്റിനകത്ത് പല ഭാഗത്തായിട്ട് ഇരിപ്പുണ്ട്. ഒരെണ്ണം ഫെയിലിയർ ആയ മറ്റൊരെണ്ണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് ബൈ സിസ്റ്റം അതിനകത്തുണ്ട്. അങ്ങനൊന്നും വരില്ല. കാരണം ഇത്ര സേഫസ്റ്റ് ലോകത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമില്ലല്ലോ. ഫ്ലൈയിങ് ആണ് എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ട്രാൻസ്പോർട്ട് മെത്തേഡ്. അപ്പൊ അതെല്ലാം സാധനങ്ങൾ അവിടെ ഉണ്ട്. എന്നിട്ടും ഈ സ്വിച്ച് പോയി എങ്കിൽ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ പൈലറ്റിന്റെ മാനസികാവസ്ഥയിൽ ഒരു ആത്മഹത്യ ടെൻഡൻസി എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ ഇന്നലെ ക്യാപ്റ്റൻ സ്റ്റീവ് എന്റെ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാവും. തമ്മിൽ അത് ചോദിക്കുകയും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൾഡ് ചെയ്യുകയും തമ്മിൽ ഒരു വോളായി നിൽക്കണം എന്നാണ് അദ്ദേഹം ഉപദേശിച്ച് വെക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള ഇപ്പോഴും അൺനോൺ ആണ്. ഇപ്പം കൂടുതൽ ദുരൂഹതയിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. ദുരൂഹതയിൽ നിന്ന് ദുരൂഹതയിലേക്ക് നീങ്ങി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്ച്വൽ സംഭവം. ധനുഷ്. ക്യാപ്റ്റൻ സിമ്പിൾ വി തോമസ് ആണ് നമ്മോടൊപ്പം സംസാരിച്ചത്. എന്തായാലും അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണം ഇന്ധന വിതരണ സ്വിച്ച് ഓഫാക്കിയതാണ് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലീക്ക് ചെയ്തത് എന്തിന്? അതിൻ്റെ പിറകിൽ ദുരൂഹതയുണ്ട്. ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ പിറകിൽ ഔദ്യോഗികമായ ഒരു ഒപ്പ് ഇല്ല. ഈ വിഷയത്തിൽ അന്വേഷണ സമിതിയിൽ പൈലറ്റുമാരെ കൂടി ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പൈലറ്റ് അസോസിയേഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നു. അവരുടെ പ്രതിഷേധം വ്യക്തമാക്കിയിരിക്കുന്നു. ഓരോരോ അന്വേഷണ ഘട്ടവും ലീക്ക് ചെയ്യപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് സമ്പൂർണ്ണമായ അന്വേഷണത്തിന് ശേഷമുള്ള പ്രഖ്യാപനമാണ് ഉണ്ടാവേണ്ടത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ബോയിങ് ഡ്രീം ലൈനർ എന്ന കമ്പനിയെ സംരക്ഷിക്കുക എന്ന അജണ്ട അതിനകത്തുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നുള്ള രീതിയിലും സൂചനകൾ വരുന്നു. കേരള വിഷൻ ന്യൂസിനോട് ഈ പൈലറ്റ് അസോസിയേഷൻ്റെ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിച്ചത് ക്യാപ്റ്റൻ സിമ്പിൾ തോമസ് ആണ്. വളരെ നന്ദി ക്യാപ്റ്റൻ സിമ്പിൾ തോമസ്. നന്ദി പരേഷ്.